ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസിൽ പോരുമുറുകുന്നു. ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൗധരിയും തമ്മിൽ നടക്കുന്ന പോരിൽ വെട്ടിലായിരിക്കുകയാണ് കോൺഗ്രസ്. ഖാർഗെയെ ബംഗാളിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്നാണ് പാർട്ടിയുടെ ബംഗാൾ ഘടകം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഖാർഗെയും അധീർ രഞ്ജൻ ചൗധരിയും തമ്മിലുള്ള വാക്ക് തർക്കത്തിന്, പ്രശ്നങ്ങൾക്ക് എന്താണ് കാരണം? ഇത് തീർക്കാൻ എന്തെങ്കിലും ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് അത്തരത്തിലുള്ള ശ്രമങ്ങൾ വല്ലതും നടക്കുന്നുണ്ടോ? അനിൽ നമ്പ്യാർ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഈ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിനെ ആകെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ദേശീയ അധ്യക്ഷനും ലോക്സഭയിലെ കക്ഷി നേതാവും ഒപ്പം പശ്ചിമ ബംഗാൾ പാർട്ടി അധ്യക്ഷൻ കൂടിയായിട്ടുള്ള അധീർ രഞ്ജൻ ചൗധരിയും ഖാർഗെയും തമ്മിലുള്ള പോര് കനക്കുന്നത്. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസുമായുള്ള സഖ്യം സംബന്ധിച്ച വിഷയമാണിപ്പോൾ ഇരു നേതാക്കൾക്കും ഇടയിൽ വലിയ തോതിലുള്ള പോർവിളി നടക്കുവാൻ കാരണമായി തീർന്നത്. അതായത് ബംഗാൾ ഘടകത്തിന്റെ നിലപാട് എന്നത് തൃണമൂൽ കോൺഗ്രസുമായി കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിലവിൽ സഖ്യമില്ല എന്ന് മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പിന് ശേഷവും ഒരു തരത്തിലുമുള്ള ബന്ധം തൃണമൂൽ കോൺഗ്രസുമായി പാടില്ല. കാരണം കോൺഗ്രസ് പാർട്ടിയെ പശ്ചിമ ബംഗാളിൽ ഇല്ലാതാക്കാനാണ് അവിടുത്തെ ഭരണകൂടം, പ്രത്യേകിച്ച് മമതാ ബാനർജി, ശ്രമിക്കുന്നത് എന്നാണ് അധീർ രഞ്ജൻ ചൗധരി അടങ്ങുന്ന ബംഗാളിലെ കോൺഗ്രസുകാരുടെ നിലപാട്. പക്ഷെ നമുക്കറിയാം, പശ്ചിമ ബംഗാളിന് പുറത്ത് മറ്റൊരു നിലപാട് കേരളത്തിൽ കോൺഗ്രസും CPM സ്വീകരിക്കുന്ന സമാനമായ സാഹചര്യമാണ് പശ്ചിമ ബംഗാളിലുള്ളത്. ബംഗാൾ ഘടകം ഒന്ന് പറയുന്നു, ദേശീയ നേതൃത്വം മറ്റൊന്ന് പറയുന്നു. ദേശീയ നേതൃത്വം അവകാശപ്പെടുന്നത് മമതാ ബാനർജിയുമായി ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും സഖ്യമുണ്ടാക്കാം. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു സഖ്യം ആവശ്യമാണെങ്കിൽ സ്വാഭാവികമായും ആ സഖ്യമാകാമെന്നതാണ് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ വ്യക്തമാക്കിയത്. ഇതോടുകൂടി ലോക്സഭാ കക്ഷി നേതാവായ അധീർ രഞ്ജൻ ചൗധരിയും ദേശീയ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെയും തമ്മിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പരസ്പരം പറയാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, അതിപ്പോൾ കായികമായ രീതിയിലേക്ക് കൂടി പ്രശ്നങ്ങൾ മാറുകയാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ബംഗാളിലെ ഓഫീസുകളിൽ വ്യാപകമായി മല്ലികാർജുൻ ഖാർഗെയുടെ പോസ്റ്ററുകൾ കോൺഗ്രസ് പ്രവർത്തകർ വലിച്ചു കീറുന്ന ഒരു സാഹചര്യമുണ്ടായി. കൊൽക്കത്തയിലെ സംസ്ഥാന കാര്യാലയത്തിലെ വെച്ചിരുന്ന മല്ലികാർജുൻ ഖാർഗെയുടെ ഫ്ലെക്സുകൾ വികൃതമാക്കുകയും മല്ലികാർജുൻ ഖാർഗെയെ ബംഗാളിലെങ്ങാനും പ്രചരണത്തിന് എത്തിക്കഴിഞ്ഞാൽ കാലുകുത്താൻ അനുവദിക്കില്ല തുടങ്ങിയ വെല്ലുവിളികൾ കോൺഗ്രസിന്റെ പ്രവർത്തകർ ബംഗാളിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ, ഒപ്പം രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ പദവികൾ വഹിക്കുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ പാർട്ടി അധ്യക്ഷനെതിരെ ഇപ്പോൾ ലോക്സഭാ കക്ഷി നേതാവിന്റെ നേതൃത്വത്തിൽ പടയൊരുക്കം നടക്കുന്നത്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന് വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. അനിൽ നമ്പ്യാർ.